ഹായ്, ഐ ആം അശ്വതി. ഈ വീഡിയോ കുറച്ച് പഴയതാണ് കേട്ടോ. എന്നാൽ അത്ര പഴയതൊന്നും പറയാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഔട്ടിങ് പോയൊരു വീഡിയോ ആയിരുന്നു. ഇപ്പോൾ ഗ്യാലറിയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ വീഡിയോസ് എല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തുകൂടാന്ന്. ഈ ഔട്ടിങ് തികച്ചും എൻ്റെ ഇഷ്ടത്തിന് പോയതായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊള്ളുന്ന വെയിലായിരുന്നേ. അതുകൊണ്ട് വെയിൽ കൊള്ളാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ വിട്ടത്. ഈ ബസ്സിൽ ഞങ്ങൾ മാത്രമുള്ളത്. ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു പ്രത്യേകതരം ബസ്സാണ്. 45 ഞങ്ങൾ ഈ പറഞ്ഞത് ബസ്സിന്റെ ചാർജ് ആയിരുന്നു കേട്ടോ. ഗാന്ധിപുരത്ത് നിന്ന് ലക്ഷ്മി വിളിച്ചിക്ക് വളരെ കുറച്ച് ദൂരേ ഉള്ളൂ. പക്ഷേ എമൗണ്ട് അധികമായിരുന്നു. 45 രൂപയോ അങ്ങനെ എത്രയോ മേടിച്ചായിരുന്നു ഈ ബസ്സിൽ. പിന്നെ ആ ബസ്സിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ മിനിസോയിൽ കയറിയിട്ടോ. പറയാതിരിക്കാൻ വയ്യ, ടോയ്സിൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ റേറ്റും ഒരു രക്ഷയില്ല. അതുകൊണ്ട് നമ്മളെല്ലാം അവിടെ തന്നെ കണ്ടിട്ട് തിരിച്ചു വെച്ചു. മിനിസോ പറയണത് തന്നെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ആണല്ലോ. എല്ലാം ഒന്നിനൊന്നും വെച്ചായിരുന്നു കേട്ടോ. അടുത്തായിട്ട് ഞങ്ങൾ സുഡിയോ പോകാമെന്ന് വിചാരിച്ചു. അവിടെ എത്തിയപ്പോഴാണ് പറയണത് 11 മണിക്ക് സുഡിയോ ഓപ്പൺ ആവുള്ളൂ എന്ന്. എന്നാൽ കുഴപ്പമില്ല, 11 മണി വരെ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അപ്പം ഞാനും ബ്യൂലിയും കൂടെ കുറച്ച് നേരം അതിലെല്ലാം കളിച്ച് ഊഞ്ഞാലൊക്കെ ആടിയിട്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, സെക്യൂരിറ്റി എങ്ങാനും വന്ന് ചീത്ത പറയുമെന്ന്. കാരണം ഇത് ചിൽഡ്രൻസിൻ്റെ ആണല്ലോ. നമ്മുടെ മനസ്സിൽ നമ്മളൊരു കുട്ടിയാണെങ്കിലും പുറത്ത് കാണുന്നവർക്ക് നമ്മളൊരു ചക്കപ്പോത്ത് തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും 11 മണിയായി. നേരെ നമ്മൾ സ്റ്റുഡിയോയിൽ പോയി. കുറച്ച് സാധനങ്ങളെല്ലാം നോക്കി അത്യാവശ്യം ടൈമെല്ലാം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം ബ്യൂലയ്ക്ക് ലിപ്സ്റ്റിക്ക് നോക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലുലുവിലേക്ക് നേരെ വിട്ടു. അവിടെ പോയപ്പോഴാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ നിന്നാലും നമുക്ക് ലുലു മൊത്തം കണ്ടു തീർക്കാൻ പറ്റില്ല. ഇവിടെ ഹൈപ്പർ മാർക്കറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച് സമയമുള്ളത് കാരണം തന്നെ നമുക്കിത് മുഴുവൻ കണ്ടു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഒരു ഹൈദരാബാദി ബിരിയാണിയും കൂടെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് തിണ്ടി തിരിഞ്ഞെല്ലാം നടന്നു. പക്ഷെ അതൊന്നും അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും അവസാനം നമുക്കൊരു കോഫി കുടിച്ചിട്ട് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കോഫിയും കൂടെ പാസ്സാക്കിട്ടോ ഞങ്ങൾ. പിന്നെ നേരെ ഗാന്ധിപുരത്തേക്ക് കിട്ടും. അവിടെ പോയപ്പോഴാണെങ്കിലോ ബാൽപൂരി, പാനിപൂരി, ഇവളൊരു ബംഗാളിയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് നമ്മളെ ബസ്സും കിട്ടി. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.